ഇന്ന് രാവിലെ മുതലേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യണ കാരണം ഇന്ന് എവിടെയും പുറത്തൊന്നും പോകാൻ പറ്റിയില്ല. ഞാനും ജാനുട്ടനും അകത്ത് തന്നെയായിരുന്നു. സമയം 5:30 ആയിട്ടുള്ളൂ കേട്ടോ. പക്ഷെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഇരുട്ടൊക്കെ മൂടി കിടക്കുന്ന ഒരു അവസ്ഥയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ജാനുട്ടന്റെ പ്രാന്ത് ഇതിലാണ് കേട്ടോ. നമ്മുടെ റുബിക്സ് ക്യൂബിലാണ്. കുറേ ദിവസമായിട്ടോ ഇതിങ്ങനെ ഫുൾ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവൻ ഒരു സൈഡ് അവൻ റെഡിയാക്കാറുണ്ട്, ബാക്കിയുള്ള ഭാഗം പഠിച്ചു വരുന്നേ ഉള്ളൂ കേട്ടോ. പുറത്ത് നല്ല മഴ പെയ്യണ കാരണം ഒരു ചായ കുടിച്ചാലോ എന്നൊരാഗ്രഹം കൊണ്ട് ഞങ്ങൾ നേരെ അടുക്കളയിലേക്ക് പോകും. കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പഴം ഇങ്ങനെ നെയ്യിൽ വാട്ടിയിട്ട് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ചായയുടെ കൂടെ കഴിക്കുന്നത് കേട്ടോ. എന്നാൽ പിന്നെ ഇന്ന് അതാക്കിയാലോ എന്ന് വിചാരിച്ച് 2 പഴം എടുത്ത് ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട്, ചെറുതല്ല വല്ലാണ്ട് ചെറുതല്ല, ഒരു മീഡിയം സൈസിലാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈസിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതേ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരു 2 സ്പൂണ് നെയ്യ് ഞാൻ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പഴം ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം ഒന്ന് ഇട്ട് കഴിഞ്ഞ് ഒന്ന് സെറ്റായിട്ട് വരുമ്പോഴേക്കും അതിൻ്റെ മുകളിലൂടെ കുറച്ചുകൂടെ നെയ്യ് ഞാനിങ്ങനെ ഒന്ന് സ്പ്രെഡായി കൊടുക്കുന്നുണ്ട്. ഒരു സ്മെല്ല് നന്നായി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനി കുറച്ച് പഞ്ചസാരയും കൂടെ അതിൻ്റെ മുകളിൽ ഒന്ന് തൂക്കിക്കൊടുക്കും. നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ബൂസ്റ്റൊക്കെ ഇട്ട് പഞ്ചസാര ഇട്ട് ഞാൻ റെഡാക്കി വെക്കും. നമ്മുടെ പഴം അതേ അത്യാവശ്യം ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. കഴിക്കാനുള്ള ഒരു പാകത്തിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അത്യാവശ്യം ഒരു മൊരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് വെക്കാം. പിന്നെ എനിക്കും ജാനുട്ടനും കൂടെ ഇതേ ഓരോ കോഴിമുട്ട കൂടെ ഞാനൊന്ന് പുഴുങ്ങി റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബൂസ്റ്റും കൂടെ റെഡിയായി. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ സെറ്റ് ആകുമ്പോഴേക്കും ജാനുട്ടന് വിശപ്പ് തുടങ്ങാറായി. സമയം 5:30 ആയാലും. അപ്പോൾ അത്യാവശ്യം വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഈ മഴയത്ത് ഞാനും ജാനുട്ടനും കൂടെ അവൻ്റെ കഥകളൊക്കെ കേട്ടുകൊണ്ട് ഞങ്ങളിരുന്ന് ഇങ്ങനെ ചായ കുടിച്ചു.